ഹലോ സുഹൃത്തുക്കളെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ചായ കുടിച്ചോ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നല്ല മഴയാണ്. ഇപ്പം കുറച്ച് സമാധാനം കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ നമ്മുടെ തെങ്ങ്? കണ്ടോ ഈ തെങ്ങ്? പരിചയമില്ലേ? ഒരുപാട് ഷോർട്സ് എടുത്ത തെങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ മുട്ടി അടുത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ്. ഏത് നിമിഷവും ചിലപ്പോൾ ഇപ്രാവശ്യത്തോടെ ഇത് പോകാൻ സാധ്യതയുണ്ട്. വെള്ളത്തിൽ ഊരി കുത്തി പോകാൻ സാധ്യത. ഇതിനെ അങ്ങോട്ടിപ്പോൾ നടന്നാൽ തന്നെ പണിയാകും. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട്? വെള്ളമൊക്കെ കയറിയോ? പുഴയൊക്കെ കലങ്ങിയോ? ഇവിടെ വെള്ളം നല്ലവണ്ണം കയറുന്നുണ്ട്. അത് നമ്മുടെ തെങ്ങിൻ്റെ അവസ്ഥ ഉണ്ടായി. ഇപ്പോൾ ഈ തെങ്ങാണ് നമ്മുടെ തെങ്ങ്. ഇതിലോട്ടെയാണ് നമ്മളിങ്ങനെ നടന്നിട്ടൊക്കെ അതുവരെ നടക്കുന്ന തെങ്ങാണ്. അതാ അങ്ങ് അവിടെ കാണുന്നില്ലേ? അതുവരെ പോയിട്ട് വരും തെങ്ങായത്. ഇപ്പം അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഞാനും തെങ്ങുമൊക്കെ വെള്ളത്തിലാവാൻ 99% സാധ്യതയുണ്ട്. എന്നാലും എവിടെയെല്ലാം വെള്ളിയൊക്കെ ഇല്ലാണ്ട് പിടുത്തം കിട്ടും, ഒലിച്ചു പോവില്ല. എന്നാലും വേണ്ട, റിസ്ക് എടുക്കുന്നില്ല. പിന്നെ ജീവൻ ബാക്കിയുണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോസ് ഇടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കുരുത്തക്കേടിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. അങ്ങനെ നമ്മുടെ തെങ്ങിനിങ്ങനെ ഇളനീറായി വരുന്നുണ്ട്. ആണോ? പറിച്ച് കഴിക്കുന്ന തെങ്ങാട്ടാ. വെള്ളമൊക്കെ ഇങ്ങനെ കരക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ അക്കരെ കാണുന്നില്ലേ? അക്കരയൊക്കെ ഇങ്ങനെയാണ് ഉള്ളത് നമ്മുടെ തെങ്ങ്. നമ്മളെ നൊസ്റ്റാൾജിയ ഇതട്ടാ. ഓക്കേ, നമ്മുടെ തെങ്ങാണിത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനെ വെള്ളം കയറി വന്നാൽ ചിലപ്പോൾ അത് ഇതുവരെ എത്താനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിനൊക്കെ ആ കാണുന്ന സ്ഥലമില്ല, ആ സ്ഥലം അങ്ങനെ പോയി അങ്ങ് അപ്പുറം കാണുന്ന ദ്വീപില്ലേ, ആ ദ്വീപ് ഒക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒന്നായിരുന്നു കഴിഞ്ഞ പ്രളയത്തിന് മൊത്തം. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നില്ലേ, ഇവിടെ നിന്ന് എനിക്ക് നിൽക്കാൻ കഴിയില്ല. എന്നെക്കാൾ 2 ആൾ ഉയരത്തിൽ 3 ആൾ ഉയരത്തിൽ ഈ നിൽക്കുന്നിടത്ത് വെള്ളമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം അങ്ങനെ ആയില്ല. ഇപ്പോൾ ഇങ്ങനെ അന്ന് ഇവിടെ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ 2 തേങ്ങാച്ചേട്ടന്മാർ കിടപ്പുണ്ട്. അത് ഞാനിങ്ങനെ എടുത്തു. അതുമെടുത്ത് കുടയൊക്കെ എടുത്ത് ധൈര്യത്തിൽ തന്നെ ഇറങ്ങി കേട്ടോ. പക്ഷെങ്കിൽ പിന്നെ മഴ ഇല്ല, മഴ കുറച്ച് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇന്ന് അത് നമ്മളെ സൈറ്റ്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ തോണിയുണ്ട് അപ്പുറത്ത് കെട്ടിയിട്ട്. അവിടെ വരെ ഒന്ന് പോയി നോക്കാം നമുക്ക്. ഓക്കേ, പിന്നെ എന്താണ് മൊത്തം വിശേഷം? എല്ലാവരും ചായ കുടിച്ചില്ലേ? ചായ കുടിക്കാത്തവർ കട്ടൻ ചായയൊക്കെ വെച്ച് കഴിക്കൂ. നിങ്ങളിപ്പോൾ തോണി നിങ്ങൾ വെള്ളത്തിലല്ലേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ തോണി ഇതാ കരയിലാണുള്ളത്. കണ്ടോ? തോണി ഇങ്ങനെ കരയിൽ കയറ്റി വച്ചിരിക്കുകയാണ്. കരയിൽ കയറ്റി വച്ചിട്ടില്ലെങ്കിൽ പിന്നെ കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഉണ്ടോ, തോണി ഇങ്ങനെ കരയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, അതാണ് നമ്മുടെ തോണി. ഓക്കേ, നമുക്കും താഴെ ഒന്ന് ഇറങ്ങി നോക്കാം. തോണി ഇതാ ഇവിടെ, ഇത് ഈ വഴി ഇങ്ങനെ വലിച്ച് കയറ്റി കൊണ്ടുവന്നതാണ് കേട്ടോ തോണി. വെള്ളത്തിൽ ഒലിച്ചു പോകും, അതുകൊണ്ടാണ് മേലെ കയറ്റി വെച്ചത്. അപ്പോൾ പിന്നെന്താ പറയണ്ടേ? കംപ്ലീറ്റ് കാടാണ്, പച്ചക്കാടും. പെരുമ്പാമ്പുണ്ടെന്ന് വരെ കാണില്ല. നമ്മുടെ വീട് മെയിൻ റോഡിലാണ് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം മെയിൻ റോഡാണ്. അവിടെ മെയിൻ റോഡാണ്. ഇങ്ങനെ ഇതിൻ്റെ താഴെ ഭാഗമാണ് ഈ കാണുന്നത്. മുകളിൽ മെയിൻ റോഡ്, താഴെ വയലും പുഴയൊക്കെയാണ്. ഇത് താഴെ ഭാഗമാണ്. ഞങ്ങൾ തോണി കെട്ടുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. തോണി കെട്ടുന്ന സ്ഥലമാണിത്. ഇവിടെയൊക്കെ വെള്ളം കയറി നിറഞ്ഞു വരുന്നുണ്ട്.
ഇതാ അങ്ങ് അവിടെ കാണുന്നതാണോ നമ്മുടെ സ്ഥലം കണ്ടോ? ഇതാണ് നമ്മുടെ സ്വന്തം സ്ഥലം. അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇങ്ങനെ കരയിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. 2 ദിവസം കൂടി ഇങ്ങനെ മര്യാദക്ക് ശക്തമായ മഴ ഉണ്ടായാൽ ആ കാണുന്നതും ഈ കാണുന്നതുമൊക്കെ ഒന്നാവും. പിന്നെ ഇവിടെ നിന്ന് നിൽക്കാൻ കഴിയില്ല. തോണി കണ്ടോ? അങ്ങ് ഇതാ പുഴ കണ്ടോ? ഈ കരയിൽ നിന്ന് ആണ് തോണി ഇതാ അവിടെ നിന്ന് എടുത്തെടുത്ത് അവിടെ കൊണ്ടുവച്ചത് കണ്ടോ? ഓക്കേ. അന്തരീക്ഷമൊക്കെ ഇങ്ങനെ മേഘാവൃതമായി വീണ്ടും നിൽക്കുന്നുണ്ട്. അടുത്ത മഴക്കുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ എത്രയോ തേങ്ങ ഉണ്ടായ തെങ്ങ് അതിൻ്റെ കണ്ടപ്പാറിയിരിക്കുകയാണ്. ഓക്കേ. ഇപ്പോഴേക്കും നമ്മളെ പുഴേൻ്റെ വിശേഷം ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി, ഒന്ന് തോണിയുടെ അടുത്ത് വരാമെന്ന് കരുതി അങ്ങനെ വന്നതാണ്. അപ്പോൾ തോന്നിയതൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചാൽ അതും നല്ലതല്ലേ? ഓക്കേ. അതാ ഓഹോ, ഒരു തേങ്ങ കണ്ടോ? ഒരു തേങ്ങ ഇവിടെ കിടപ്പ് കണ്ടോ? ആഹാ, നല്ല സൂപ്പർ തേങ്ങയാണ്. സൂപ്പർ തേങ്ങയാണ്. അങ്ങനെ അവനെയും ഞാനിങ്ങെടുത്തു കേട്ടോ. അവനെയും ഞാനിങ്ങ് പൊക്കി. ഓക്കേ. അങ്ങനെ ഇപ്പം ഞാൻ പുഴയിൽ ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടോ? അതിശക്തമായ വെള്ളം വന്നാൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഓടേണ്ടി വരും. പുഴയുടെ നീരൊഴുക്ക് നല്ല അതിശക്തമായിട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, അടിവലി നല്ല വലിയാണ്. ഇങ്ങനെ കുമളകളില്ലാതെ കൊണ്ട് നമുക്കത് മനസ്സിലാവാത്തത്. കണ്ടോ പോണ പോക്ക് കണ്ടോ? വെള്ളം നല്ല ശക്തിയോടെയാണ് വെള്ളം പോകുന്നത്. കുറച്ചുകൂടി വെള്ളം പൊങ്ങിയാൽ ആ തെങ്ങ് അവർ അങ്ങനെ തന്നെ പുഴ കൊണ്ടുപോകും. പിന്നെ എനിക്ക് ഷോട്ട് എടുക്കാൻ സ്ഥലമില്ലാതാവും. ഓക്കേ. അപ്പോൾ എല്ലാവർക്കും ഓരോ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, കാണിച്ചു തരിക. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. എന്ന് നിങ്ങളുടെ സ്വന്തം ബാബുവേട്ടൻ. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത വീഡിയോ കാണും വരെ, അല്ലെങ്കിൽ അടുത്ത ലൈവിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കേ, ബായ്.